ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പലഹാരം തയ്യാറാക്കാൻ വേണ്ടി 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ചെറുപയർ പരിപ്പിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് 2-3 പ്രാവശ്യം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്യണം. ഒരു വിസിൽ വന്ന ഉടനെ ഓഫ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ, ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് എടുക്കണം. കൂടുതൽ സമയം വെച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും. അതുകൊണ്ട് 3-4 മിനിറ്റ് കഴിയുമ്പം വെയിറ്റ് കളഞ്ഞ് തുറന്നെടുക്കണം. തുറന്നെടുത്തിട്ടുണ്ട്. ഇത് പാകത്തിന് തന്നെ വെന്തിട്ടുണ്ട്. അധികം വേവാൻ പാടില്ല. ഇതിന് മാറ്റി വെച്ച് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് പാത്രത്തിലേക്ക് 3/4 കപ്പ് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കല്ലില്ലാത്ത ശർക്കരപ്പൊടി. ഇനി അതൊന്ന് അലിഞ്ഞ് വരുമ്പം, മെൽറ്റായി വരുമ്പം അതിലേക്ക് അരമുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ആയതിന് ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ചെറുപയർ ഇട്ട് കൊടുക്കുക. ചെറുപയറും ഇട്ട് അതുപോലെ തന്നെ മുഴുവനായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 4 ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്ത് കുറച്ചൊന്ന് തണുത്ത് വരുന്ന സമയത്ത് ഇതുപോലെ ഉരുളിയാക്കി എടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നതിന് കുറച്ച് നെയ്യോ എണ്ണയോ തടവി കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഉരുളിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ ഉരുളിയാക്കി എടുത്തത് ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദപ്പൊടി, 2 ടേബിൾ സ്പൂൺ പത്തരിപ്പൊടി, നൈസായി പൊടിച്ച പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ചായി വെള്ളമൊഴിച്ചിട്ട് ഇത് കലക്കിയെടുക്കണം. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചായി ഒഴിച്ച് ഒരു കട്ടിയിലുള്ള മാവായിട്ടാണ് ഇത് കിട്ടേണ്ടത്. ലൂസാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഒരു പാകത്തിൽ ഈ ഒരു കട്ടിയിലാണ് മാവ് കലക്കിയെടുക്കേണ്ടത്. ഈ കട്ടിയിൽ മാവ് കലക്കിയെടുക്കണം. ഇനി ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ ഇത് പലഹാരം തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ ഉരുളകൾ ഓരോന്ന് ഈ മാവിലേക്ക് ഇട്ട് ഒന്ന് മുക്കിയെടുക്കണം. മാവിൽ മുക്കിയെടുക്കണം. ഇനി നല്ല ചൂടായോന്ന് എണ്ണ നോക്കാൻ അതിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കുമ്പം ഇതുപോലെ പെട്ടെന്ന് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായി. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് ഒരു സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം അടുത്തത് ഇട്ട് കൊടുത്താൽ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കാതെ, ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കാതെ കിട്ടും. കുറച്ച് സമയം ഇതുപോലെ വെയിറ്റ് ചെയ്ത് അടുത്തത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെക്കുക. ഇതുപോലെ മാവിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് അടിയിൽ മൂത്ത് വരുമ്പം മറിച്ചിട്ട് കൊടുത്ത് 2 വശവും മൂപ്പിച്ചിട്ട് കോരിയെടുക്കണം. ഈ ചെറുപയർ ഒട്ടുമ്പോൾ അധികം വെന്ത് ഉടയാതെ കിട്ടണം. ഇതുണ്ടാക്കുന്ന സമയത്ത് ചെറുപയർ വേവാതെ അധികം വെന്തിട്ട് കുഴഞ്ഞു പോവാതെ എടുത്തു കഴിഞ്ഞാലാണ് ഇത് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ്. ഇത് മൂത്ത് വന്നത് കോരിയെടുക്കുക. ആദ്യം ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട്, അത് കോരിയെടുക്കുക. ഇനി ബാക്കി മാവെല്ലാം ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുക. ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റും ടേസ്റ്റും, ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടുള്ള പലഹാരം റെഡിയായി. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികളെല്ലാം സ്കൂൾ വിട്ട് വരുന്ന സമയത്തെല്ലാം ഇതുപോലെ പലഹാരം ഉണ്ടാക്കിയാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരമായി. ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.
നല്ല വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.